നീണ്ട കാത്തിരിപ്പിന് ശേഷം മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് എപ്പിക് പീരിയഡ് ഫിലിമായ കായംകുളം കൊച്ചുണ്ണി റിലീസിനൊരുങ്ങുകയാണ്. ചിത്രത്തിലെ കള്ളൻ കൊച്ചുണ്ണിയായ നിവിൻ പോളിയും ജാനകി എന്ന ക്യാരക്ടറിൻ്റെ പ്രിയ ആനന്ദുമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നിവിൻ, ഹിസ്റ്റോറിക്കലി ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് കായംകുളം കൊച്ചുണ്ണിയെ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ പരിചയം. ചരിത്ര പുരുഷനായ ഈ കൊച്ചുണ്ണി എന്ന കഥാപാത്രം ആയിത്തീർന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? സിനിമ മൊത്തത്തിൽ വളരെ വലിയൊരു അനുഭവമായിരുന്നു. എന്താ പറയുക, കായംകുളം കൊച്ചുണ്ണിയായിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുക, അതും റോഷൻ ആൻഡ്രൂസിന് സംവിധാനത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു സിനിമയെക്കുറിച്ച് അവർ ആലോചിച്ചപ്പോൾ അത് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ചരിത്ര പടം ചെയ്തിട്ടില്ല, ഒരു പീരീഡ് ഫിലിം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാകുമ്പോൾ അതിനോടുള്ള സന്തോഷം കുറച്ചും കൂടി കൂടുതലാണ്. ഒരുപാട് പ്രിപ്പറേഷൻസും റിസർച്ചും എല്ലാം നടത്തി വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു മലയാളിയായി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു സിനിമയായിട്ട് വരും. ഏകദേശം ഒരു 2-2.5 വർഷത്തോളം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ആണെങ്കിലും ഒത്തിരി ഹാർഡ് വർക്ക് ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ടെന്ന് ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി അത് ഫ്രൂട്ട്ഫുൾ ആവട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം. ഹായ് പ്രിയ, വി ആർ സീയിങ് യു ഇൻ ദി മലയാളം മൂവീസ് ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 3 years. ദാറ്റ് ഈസ് ആഫ്റ്റർ എസ്ര ഇൻ 2015. 3 വർഷമായി ഇപ്പോൾ. വെൽക്കം ബാക്ക് ടു മലയാളം മൂവീസ്. സോ what was your first reaction? ഇങ്ങനെ ഒരു മൂവി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ how did you take it? Like, what was your first reaction? How did you react to the person who called you? ரொம்ப எக்ஸைட்டடாக இருக்கேன். அப்போ கூட எக்ஸைட்டடாக இருந்தேன், இப்போ கூட எக்ஸைட்டடாக இருக்கேன் because it's always lovely to be a part of a film that's so well researched and with great technicians and great artists involved. And எனக்கு எப்போதுமே ஒரு பீரியட் படம் பண்ணணும்னு ரொம்ப ஆசை. And I was very lucky with my Malayalam debut Ezra. And அதுக்கப்புறம் பண்ணுற படம் வந்து நல்ல படமாக இருக்கணும். So Kayamkulam Kochunni is a perfect film for me to follow it up with. And I've been very, very fortunate to be a part of this film. And and then to also just in the padam eppadina, I think it's a movie all of us will be proud of. Every single person that's worked on this film will be proud of 10-20 years from now even, that we got to make something of such high quality, high value and high entertainment content and everything on screen. So I think it's a movie all of us are very excited to be a part of. ഈ മൂവിക്ക് ഒത്തിരി പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് കൈൻഡ് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ, എന്തൊക്കെയാണ് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് തയ്യാറെടുത്തത് എന്ന് പറയാം? ഇപ്പോൾ എല്ലാ സിനിമയ്ക്കും പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത്രയധികം പ്രീ പ്രൊഡക്ഷൻ ചെയ്തൊരു സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ എന്താണ് പറയുക, ഇതിൻ്റെ ഏറ്റവും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നവരുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് മുതൽ ഇപ്പോൾ ഹീറോയിൻ്റെ വരെ എല്ലാ കാര്യങ്ങളും വെൽ റിസർച്ച് നടത്തി അതിനുവേണ്ടി മെറ്റീരിയൽ പഴയത് കളക്ട് ചെയ്തു, ആ മെറ്റീരിയലിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്തു, അതിൻ്റെ കളർ പാറ്റേൺ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഏറ്റവും അത്രയധികം റിസർച്ച് നടത്തിയിട്ടാണ് ഇതിൻ്റെ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ്യൂം മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കൊച്ചുണ്ണി ഉപയോഗിക്കുന്ന കത്തികളാണെങ്കിലും ഘടാരയാണെങ്കിലും എല്ലാം തന്നെ ഒരുപാട് വെറൈറ്റിയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നോക്കി. അപ്പോൾ അത്രയും പ്രീ വർക്ക് ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ മേജർ സീൻസും റോഷനെ പ്രീവിയസ് ചെയ്തിരുന്നു. സോ ഇപ്പോൾ ഞങ്ങളുടെ ലവ് സോങ് തന്നെയാണെങ്കിൽ വി ക്യാൻ സീ ഇതെങ്ങനെയാണ്, ഈ സീക്വൻസ് എങ്ങനെ വരും, ആക്ഷൻ സീക്വൻസ് എങ്ങനെ വരും, വി ക്യാൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലാപ്ടോപ്പിൽ കാണാം ഇതിങ്ങനെയാണ് വേണ്ടത്, ഇതാണ് ഷോട്ട്, ഇതൊക്കെ ഇങ്ങനെ വരും, ഇങ്ങനെ കുതിരപ്പുറത്ത് വരണം, വി ക്യാൻ സീ എവറിതിങ്. അപ്പോൾ അത്രയും ഒരു ആക്ഷൻ വരെ പാഷൻ ഡയറക്ടർ വരുമ്പോൾ ഇത് കാണുക, ഇത് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത്രയധികം വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെർഫെക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് അത്രയും സീരിയസ് ആയിട്ട് ഈ സിനിമയെ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഒരു വലിയ പടം ചെയ്യുന്നു, ഇത്രയും ബഡ്ജറ്റുള്ളൊരു സിനിമ വരുന്നു, എന്നാൽ ഞാൻ വെറുതെ ചെയ്തേക്കാന്നുള്ളതല്ല. അതിനുവേണ്ടി 200% എഫോർട്ട് ഇട്ടിട്ട് തന്നെയാണ് സിനിമ. കൊച്ചുണ്ണി എന്ന കള്ളന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ബിക്കോസ് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, കള്ളനാണെങ്കിൽ പോലും കൊച്ചുണ്ണിയുടെ ഫിസിക് അപ്പിയറൻസ് ഒക്കെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇപ്പോൾ മുടിയാണെങ്കിലും മീശയാണെങ്കിലും എല്ലാം ഒരു യുണീക്കാണ്. കള്ളനാണെങ്കിൽ പോലും കൊച്ചുണ്ണിയുടെ ഫീച്ചേഴ്സ് വളരെ യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു? ഇന്നത്തെ കളറിയുടെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ കളറി കുറച്ച് നാൾ ട്രെയിനിങ് നടത്തിയിരുന്നു. നമ്മൾ കുതിര ഓടിക്കണം, അങ്ങനെ നമ്മൾ ഫിസിക്കലി പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഈ സിനിമയ്ക്കകത്താണ്. ചെറുത് മുതൽ വലുതായിട്ടുള്ള ഒരുപാട് ഫൈറ്റ്സ് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ പ്രാക്ടീസും സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു വെൽ ബിൽഡ് ആളല്ല കൊച്ചുണ്ണി. ഒരു ഇത്തിരി
ഒത്തിരി ബൾക്കി അങ്ങനത്തെ ഒരു ഫിഗറാണ്. നമ്മൾ ലീൻ ആൻഡ് ട്രിം ആയിട്ടുള്ള ആളല്ല. അപ്പോൾ അത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സോ അത്തരം ഇതൊക്കെ ഉണ്ടായിരുന്നു. நான் சொல்லியே ஆகணும் because I've watched Nivin's films in Tamil, அவர் நேரம்லேருந்து பண்ண படங்களோ and also with Malayalam. His range as an artist is just so inspiring to watch. மலையாளம் சினிமானாலே எல்லாருமே ரொம்ப நேச்சுரலாக ஆக்ட் பண்ணுவாங்க. எவ்வளோ பெரிய ஸ்டார்ஸாக இருந்தாலும் நான் கமர்ஷியல் மூவிஸ் ஸ்டோரிஸ் கான்டென்ட் ட்ரிவனாக பண்ணுவார். பட் டு வாட்ச் ஹிம் பி Kochunni and having seen him in Bangalore Days and Premam and all these other films has been really interesting. And இப்போ கூட எங்கள் சாங் வந்து அவர் இன்னும் பார்க்கல, நான் பார்த்தேன் because I was dubbing for the Tamil version. It's just so lovely and sweet to watch. His performance has so many more shades for him in this, so I think it'll be a treat for all his fans to watch him in We this are film. definitely proud to have him as a Malayali actor Right? for us. And tell us about your character, Janaki. You play the role of Janaki in the movie. So tell us a little bit about the character you portray in the movie. See, character பற்றி பேச வேண்டாம் because எல்லாருமே படத்தில் பார்க்கட்டும். Yeah, Janaki is of some value and importance in Kochunni's story and travel. But எனக்கு Janaki was very interesting for multiple reasons. ஏன்னா first time I'm not having like that slow motion introduction shot, இல்லாட்டி நல்ல costumes and makeup and hair, அதெல்லாம் இல்லாமல் it's a very de-glammed role. ஸோ எனக்கே வந்து என்ன அப்படி பார்க்கும்போது ரொம்ப டிஃப்ரெண்ட்டாக இருந்தது. அண்ட் இது வந்து ஒரு பீரியட் ஃபில்மாக இருந்தாலும் ஜானகி வந்து ஃபேஸ் பண்ணுற எமோஷன்ஸ் அண்ட் த வே ஷி ரியாக்ட்ஸ் டு லைஃப் சிச்சுவேஷன்ஸ் எல்லாமே ஐ திங்க் எவ்ரி ஒன் வில் ரிலேட் டு. அண்ட் ஐ திங்க் தட்ஸ் த பியூட்டி ஆஃப் திஸ் ஃபில்ம், தட்ஸ் த பியூட்டி ஆஃப் Malayalam movies in general. They're so well written, they're so natural in its reaction and the character's journey that it's always lovely to be a part of these kind of films. Okay. How was it? Was it easy or difficult? How did you find it to deliver the dialogues in Malayalam? Oh my God, lots of pressure. Did you take the help of Niven or did he voluntarily help you with it? Illa, so இது என்னன்னா வந்து the film was sync sound. So I didn't have anyone cueing me. I had to memorize my dialogues. அதுக்கப்புறம் Niven has such a naughty smile. So அவன் என் கண்ணு முன்னாடி நின்னுட்டு எனக்கு I felt so shy. I'm like, am I saying the words right? அதுவும் dialectல இருந்தது. And Roshan sir is like very particular. ஒரு junior artistலேருந்து the biggest actors involved in the film, he knows how he wants everyone to react. So your dialogues பத்தி இவர் தான் சொல்லணும். my Malayalam മലയാളം സംസാരിക്കുമ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് പെട്ടെന്ന് ചിരി വരും. അത് ഞാനങ്ങനെ പലരുടെയും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പല പ്രാവശ്യം ഡയലോഗ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ പണി കൊടുക്കും. അപ്പോൾ റോഷൻ അത് കേൾക്കും, ഇങ്ങനെയല്ലല്ലോ ഡയലോഗ്, പിന്നെ എന്താ ഇങ്ങനെ പറഞ്ഞാൽ അറിയാം, അത് നിവിൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അലമ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷനെ പറ്റിയാണ് വേറെ പറയേണ്ടിയിരിക്കുന്നത്. ഒത്തിരി ലൊക്കേഷൻസ് ഇതിനു വേണ്ടി ഡയറക്ടർ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. റൈറ്റ്, ഐ തിങ്ക് ഫ്രം ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, മാംഗ്ലൂർ, കാസർഗോഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓരോ സ്ഥലങ്ങളിലെയും വ്യത്യസ്തമായ ഷൂട്ടിംഗ് രീതിയും അവിടുത്തെ ഓരോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഷെയർ ചെയ്യാൻ പറ്റും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വളരെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയത് കായംകുളത്തു നിന്നാണ്. പിന്നെ നമ്മൾ നേരെ മംഗലാപുരം പോയി. മംഗലാപുരം, ഉടുപ്പി, കടബ, ഗോവ, ആ ബെൽറ്റായിരുന്നു, ആ കോസ്റ്റൽ ബെൽറ്റായിരുന്നു മൊത്തം നമ്മൾ ഷൂട്ട് ചെയ്തത്. ദെൻ നമ്മൾ ശ്രീലങ്കയിൽ പോയി മേജർ പോർഷൻസ് വേറെ ഷൂട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ള ഒരു പീരീഡ് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ പറ്റില്ല. കേരളം ഡെവലപ്പ് ചെയ്ത് ഇപ്പം പലതും നമുക്ക് അങ്ങനെ ഒരു പീരീഡായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയാസാണ്. അപ്പോൾ ആ ഏരിയയിലെ കുറേ സ്ഥലങ്ങൾ ഒരു പഴമ ഫീൽ ചെയ്യിക്കുന്ന ഒരു ജോഗ്രഫിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതാണ് മേജറായിട്ട് നമ്മൾ ആ ഏരിയാസ് ഷൂട്ട് ചെയ്യാൻ കാരണം. പിന്നെ വലിയ വലിയ സെറ്റുകൾ ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വലിയ സ്ഥലങ്ങളും പിന്നെ റോഷൻ ചേട്ടൻ്റെ മനസ്സിലുള്ള വിഷ്വൽ മാച്ചിങ് ആയിട്ടുള്ള ഏരിയ കൂടുതലും റോഷനെ കണ്ടുപിടിക്കാൻ പറ്റിയത് ആ ഏരിയയിലാണ്. അതുകൊണ്ടാണ് കൂടുതലും എടുത്തത്. ശ്രീലങ്കയിൽ നമുക്ക് വളരെ നല്ല ലൊക്കേഷൻസ് കിട്ടിയിരുന്നു. പഴയ കാലഘട്ടം അതേപോലെ തന്നെ റിക്രിയേറ്റ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടെന്നറിയാം. എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു അത്? ദ ബെസ്റ്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സുനിലേട്ടനാണ്, സുനിൽ ബാബുവാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ. സുനിലേട്ടൻ അപ്പോൾ ഡയറക്ടറിൻ്റെ വിഷൻ എന്താണോ അത് ഡ്രോയിങ്സിൽ എങ്ങനെ ഉണ്ടായോ, അതിൻ്റെ മിനിയേച്ചർ എങ്ങനെ ചെയ്തു, അതേപോലെ തന്നെ സെറ്റ് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സുരാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട് നമ്മുടെ പടത്തിൽ. ഒരു ലാർജർ ഏരിയയാണ്, ഒരു ലാർജർ ഏരിയ കംപ്ലീറ്റ് അന്നത്തെ കാലത്തെ മാർക്കറ്റാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് 200 വർഷം പുറകോട്ട് പോയവരെ തോന്നും. അവിടുത്തെ സെറ്റിങ്സും അവിടുത്തെ ആനിമൽസും എല്ലാം വന്ന് പാസിങ് സംഭവം
നമ്മൾ നോക്കുമ്പോൾ നമ്മളിത് എവിടെ നിൽക്കാൻ ടൈം മെഷീൻ അങ്ങനത്തെ ഒരു ഫീല് വരുന്ന രീതിയിൽ എക്സാക്ട്ലി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അത് അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇതടിക്കും, ഇതൊന്നുമല്ല, വളരെ നാച്ചുറലായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റിനെ കൂടെ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റി. സോ എന്തായിരുന്നു എങ്ങനെ അത് സാധിച്ചു? ഇത്രയും ആൾക്കാരെ അതിൽ ഒരു കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റിയത് എന്തായിരിക്കും അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് തോന്നുന്നത്? അപ്പോൾ നമ്മൾ മാർക്കറ്റിലും അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ ആവശ്യമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം മേക്കപ്പിൻ്റെ ആൾക്കാർക്കാണ്. കാരണം നമുക്ക് 6:30-7 മണിയാകുമ്പോൾ ഷൂട്ട് തുടങ്ങണമെങ്കിൽ അവരൊരു 4-4:30 മേക്കപ്പ് തുടങ്ങണം. അത് 100-300 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു 25-30 മേക്കപ്പിൻ്റെ ആൾക്കാർ വന്ന് അവർ കാലത്തേ മുതൽ ഇരുന്ന് വർക്ക് ചെയ്താലാണ് ഇവരെല്ലാവരെയും ഷൂട്ടിന് സമയമാകുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരും കണ്ടമാനം എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ലുക്ക് അന്നത്തെ ലുക്കല്ലേ. ഇപ്പം പെണ്ണുങ്ങളുടെ മുടിയാണെങ്കിൽ തന്നെയും ആ രീതിയിൽ കെട്ടണം, ഡ്രസ്സ് അങ്ങനെയാണ്, ആണുങ്ങളുടെ മുടി അങ്ങനെയാണ്, മീശ എല്ലാം വ്യത്യാസമാണ്. അത് ഭയങ്കര വർക്കായിരുന്നു. This is your first acting experience with Nivin, right? So how was it? How was your experience with acting with Nivin or sharing the screen space with Nivin? See, in the padam epdina, I don't think I saw the actual Nivin yet, because this is such a big project. Neenga sonna madri nariya junior artists, lots of big technicians, avlo pre-planning for this project. Ovvoru scene ume oru periya scene ellame it's already recreated, so there's a lot of pressure constantly to on set. So but I know that I really know that he's a prankster, because koncho siladu inge ange paakumbodhu therinjiruchu, but Roshan sir had a tight leash on him and I was so nervous most of the times with my dialogues that Even with the dialogues, he was trying to play pranks on you. yeah, but this movie it took a lot of commitment, first of all, from the producers, Roshan sir and the writers' visions to bring it to life. And also ella padame naanga work pannumbodhu we'll always say, we worked really hard, but this movie took a lot of hard work, a lot of dedication and patience from everyone involved in the film to achieve what we wanted to achieve with this movie. So adula we didn't have time for fun and games avlova, but I'm pretty sure Nivin's a prankster. പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ പണി കൊടുത്തിട്ടുണ്ട്. And he starts laughing. Ipo and Sunny would say some dialogues, or Babu Anthony would say something seriously, and once he starts laughing, I think he has a problem. Let's stop him. I have heard, even in Bangalore days, I heard somebody saying he had a problem with stopping his laughter. Once he starts, it's very difficult to control. It's very difficult to control his laughter. ഇപ്പോൾ സണ്ണിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ സണ്ണിയൊക്കെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് അവൻ ഡയലോഗിനോട് പറയും, എനിക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സണ്ണിനൊക്കെ ഒരുപാട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് പറയുക കളിപ്പിച്ചിട്ടുണ്ട്. സണ്ണിക്ക് ഡയലോഗ് ചില സമയത്ത് ഇങ്ങനെ മനപ്പാടമാക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ സിങ്ക് സൗണ്ടാണ്, കൃത്യം എഴുതിയിരിക്കുന്ന പോലെ പറയണം. ഇപ്പോൾ റോഷൻ അത് ഭയങ്കര പെർട്ടിക്കുലറാണ്, എന്താണ് എഴുതിയിരിക്കുന്നത് അതേപോലെ പറയണം. ഇംപ്രവൈസേഷൻ ഒന്നും പറ്റില്ല. അത് ഒരു റൈറ്റർ എഫേർട്ട് എടുത്ത് എഴുതിയിരിക്കുന്ന ലൈൻസാണ്. അപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്ത് അതേപോലെ തന്നെ പറയണമെന്ന് റോഷൻ എപ്പോഴും പറയും. അപ്പോൾ സണ്ണിക്ക് അത് ശീലമില്ല. സണ്ണിക്ക് ഇതിങ്ങനെ വായിച്ചിട്ട് പിന്നെ അവൻ്റെ ഇഷ്ടത്തെ പോലെ തരും ഈ മനപ്പാടമാക്കാൻ. കാരണം അവന് മെയിൻ വില്ലൻ റോളായതുകൊണ്ട് വലിയ പേജ് I think I had an easier time with dialogues in Sunny. അപ്പോൾ സണ്ണി ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഞാൻ തുടങ്ങാൻ പറയും, നീ തെറ്റിക്കും, അങ്ങനെ പറഞ്ഞു ഞാൻ പറയാം, നീ തെറ്റിക്കും, നീ ടെൻഷൻ, നീ തെറ്റിക്കും, നിനക്ക് ഇന്ന് ചീത്ത കേൾക്കുന്നത്. ഒരു ദിവസം കാലത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, റോഷൻ പറഞ്ഞു നിനക്ക് 9:30 ആകുമ്പോൾ ഷൂട്ടുള്ളൂ, കാലത്ത് സണ്ണിയുടെ 2-3 ഷോട്ട് ഉണ്ട്, ഒരു 6 മണി വന്നോളാം. സണ്ണിയുടെ കാലത്ത് തുടങ്ങുന്നു. ഞാനൊരു 9:30, 10 ആയി. ഇപ്പം ഞാൻ ലേറ്റ് ആയാലോ എന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ. അപ്പം എന്താ സംഭവം ഒന്നും സംഭവിച്ചില്ല. ഒരു സണ്ണി കുതിരപ്പുറത്തിരിക്കുന്നു, കയ്യിൽ കൊച്ചുണ്ണിയുടെ വലിയൊരു ഒരു പടം ഇങ്ങനെ വരച്ചതുണ്ട്. മുകളിലിരുന്നിട്ട് ഡയലോഗ് മനപ്പാടമാക്കി പറഞ്ഞ് കുതിര ഓടിച്ചു പോകണം. അപ്പോൾ കുതിര ഓടിക്കാനുള്ള പേടി, ഇത് തെറ്റുമെന്നുള്ള പേടി, ഡയലോഗ് തെറ്റുമെന്നുള്ള പേടി. 3 മണിക്കൂറായിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല. I just wish Sunny വേനും കൂടെ നമ്മുടെ കൂടെ ഈ ഒരു ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ. He's going to be upset now watching this interview. റോഷൻ ആൻഡ്രൂസ് സാറായിട്ട് ഡെബ്യൂ മൂവിയാണ് നിവിൻ്റെത്. സോ എങ്ങനെയാണ് വേറെ ഡയറക്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, ഹൗ ഡിഫറെൻറ്റ് ഇസ് റോഷൻ ആൻഡ്രൂസ് ഫ്രം റെസ്റ്റ് ഓഫ് ദി ഡയറക്ടേഴ്സ്? അല്ല, ആരായിട്ട് അങ്ങനെ നമ്മളങ്ങനെ കമ്പയർ ചെയ്തതിന് സംസാരം. ഓരോ ഡയറക്ടറും ഓരോ രീതിയിൽ മികച്ചിട്ടുള്ളവരാണ്. പക്ഷേ റോഷൻ ആൻഡ്രൂസ് ഈസ് ബ്രില്യൻറ്റ്. അതിൽ ദർ ഇസ് നോ ഡൗട്ട് ആ കാര്യത്തിൽ. അത് അദ്ദേഹം ഒരു സീൻ കൺസീവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആക്ടറിനെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള, ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നതിൽ വരെ ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽസൊക്കെ നോക്കി
ഭയങ്കര പെർട്ടിക്കുലറായി എനിക്കിത് വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ചെടുത്താൽ മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. ഒരു കോംപ്രമൈസ് എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല. പുള്ളി 250 ജൂനിയർ ആർട്ടിസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ 250 പേര് എണ്ണി അവിടെ കണ്ടിരിക്കണം. 249 പുള്ളി ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ അത്രയും അല്ല, അതിന് റീസൺ ഉണ്ട്. വെറുതെ പറയുന്നതല്ല. വെറുതെ പറഞ്ഞ പുള്ളി എന്നാൽ ഒരു പീരീഡ് പടമല്ലേ, ഒരു 1000 ജൂനിയർ ആർട്ടിസ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊന്നുമില്ല. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്താൽ അത് വേണം. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരു ഡയറക്ടറിൻ്റെ വിഷൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ആർക്കും വേണ്ടി വന്ന് ഡയറക്റ്റ് ചെയ്താൽ പോരാ. കൊച്ചുണ്ണിയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ഇത്തിക്കര പക്കിയെ പറ്റി എന്താ പറയാനുള്ളത്? നമുക്കറിയാം നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ആ റോളിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ലാലേട്ടനായിട്ട് ആ ഒരു റോൾ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു? ഇത്തിക്കര പക്കി കൊച്ചുണ്ണിയുടെ ഫ്രണ്ടല്ലേ. ഇത്തിക്കര പക്കി സിനിമയിൽ കൊച്ചുണ്ണിയുടെ മെൻറ്ററാണ് ഇത്തിക്കര പക്കി. പാർട്ട്ണർ ഇൻ ക്രൈം ആണോ? അങ്ങനെയും പറയാം. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടനോട് ഒരു സിനിമ ചെയ്യുന്നത്. നമുക്കൊരു 12 days ഷൂട്ടുണ്ടായിരുന്നു. 12 days എന്താ പറയുക, എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് 12 days ആണ് അത്. ആ റോൾ അങ്ങനെ ഒരു ആൾ വന്ന് ചെയ്താലായിരുന്നു ആ സിനിമയ്ക്ക് നല്ലത്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറാണ്. ഇത്തിക്കര പക്കി സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തിക്കര പക്കിനെ കുറിച്ച് സിനിമയിൽ പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. അത് പറയപ്പെടുന്നത് അങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെ പോർട്രേ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തി വരുമ്പോഴാണ് അത് ഭംഗിയാവുള്ളൂ. അത് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര രസകരമായിട്ട് വന്നിട്ടുണ്ട്. ലാലേട്ടനുള്ള സീക്വൻസുകളും ഉള്ള സമയവും തിയേറ്ററിൽ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് മാസീവ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. Did you have a chance to work with him? நீங்க படத்தை பார்க்க. That's a surprise for us. No, but their combination on screen is just going to be exciting. In the padam starting lende was a big project because of the content. Ellarkume Kerala la theriyum who Kayamkulam Kochunni is. But once Lal sir came, the first poster of his went so viral. I think the pressure was, just doubled and tripled, and the expectations. So it's quite exciting to see that the project has just gotten bigger and bigger with him being on board. Why do you think he was chosen to play the role of Kochunni? Is it because kallathana irukkarnalaya? I think no, also because like he said, Kochunni was not some six-packed person or this that. He was I think this film depicts normal, the journey of person. how Kochunni became the Kayamkulam Kochunni ellarkum therinja character. So he has this innocence and charm and naiveness about him to show the transformation from just a regular boy who's Kochunni to how he became one of the most revered thieves in the state. So adakaga maybe, and also obviously he's one of the most popular artists. Okay. And this movie, as he said, where are you? exactly. And Tamil and Telugu were dubbing these films, and Nivin's very popular in other states as well. So I think he's a perfect choice for Kochunni. Yeah. I'm happy for that. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള കൊച്ചുണ്ണിമാർ കൂടുതൽ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് സത്യമാണ് തോന്നാറുണ്ട്. അത്തരം ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മോർ ഹീറോസ് വരേണ്ട ഒരു സമയമായി എന്നെപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. അത് ഈ സിനിമ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഇങ്ങനത്തെ വ്യക്തികൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഫീൽ ചെയ്യും. ഇപ്പോൾ ഫിലിം കണ്ടു കഴിയുമ്പോൾ കുറച്ച് കൊച്ചുണ്ണിമാർ ഉണ്ടാവും എന്നാണോ പറയണത്? നല്ല ചിന്തയോടുകൂടിയുള്ള കൊച്ചുണ്ണിമാരുണ്ടാവട്ടെ, മോഷ്ടാക്കൾ വേണ്ട. കള്ളത്തരം കാണിക്കുന്ന ആളായിരുന്നല്ലോ കൊച്ചുണ്ണി. അതേപോലെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ എന്തെങ്കിലും ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കൊച്ചുണ്ണിയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും അങ്ങനെ ചെറിയ താരതമ്യം പറ്റുന്ന സമയമല്ല. കൊച്ചുണ്ണി വേറെ സ്കെയിലൊക്കെ കള്ളത്തരം ചെയ്തിട്ടുള്ള ആളാണ്. നമ്മളുടെ സ്കെയിലിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവുക? ഞാൻ നല്ല കുട്ടിയില്ലേ, ഞാൻ അങ്ങനെ കള്ളത്തരം. If you know any, you can share it. He's just a prankster. I'm sure Nariya Vandu, I'm sure he's hidden a lot of people's important belongings while shooting for films. Prankster can be taken as Kochunni in our own terms. Right? So I think he'll forever have that Kochunni in him, I think, in his eyes. How long was your schedule for the entire movie? Quite long. You were there throughout the... Yeah. Okay. So, so how was it to shoot in Kerala?
We didn't shoot in Kerala. That was my biggest disappointment. We were mostly in Karnataka and Goa and all these places. You were not a part of the team when it came to Kasaragod? No. Yeah, Kasaragod is for the border, no? ബോർഡർ yeah. ബോർഡറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. Oh, okay. So, in the Padathoda shooting was very interesting. Sonna Madri, Kerala is so well developed now. So, when you want vast spaces to, take people back in time and have huge sets, we had to travel to interior parts of India. And traveling there was hard. Multiple flights, then drive, then go into forest, then walk a little bit, Madrila, Daria. So, traveling for this film was a challenge. And also shooting with so many artists and so many junior artists, and the weather, like Nariya stunt sequences, romba kashtappattu in the hot sun with dust and dirt everywhere. Oh, okay. At that time it was like too Yeah, sunny. the The weather was too bad. Summer, ഭയങ്കര it was ചൂടായിരുന്നു. hot. Like you go to Goa, it's hot. You go to Karnataka, interior was hot. It was. എല്ലാ സ്ഥലത്തും സീസൺ മാറി ഹോട്ട് ആകുമ്പോഴാണ് നമ്മൾ നേരെ അവിടെ Now we kept going towards the heat, Madhi. So it was never nice weather. And avangalukku irukra on the horse riding sequences or stunt sequences, everything was very challenging for him, and it's challenging even to just stand there and watch for me. So he had a lot of interesting and very difficult action blocks to shoot for. Thank you so much, both of you, for valuable time. Thank you so much. And wishing both of you all the very best and success. Thank you. Nice talking to you both. Thank you.